സ്വരാജ് ചിത്ര ഈ പി വി അൻവർ പറഞ്ഞത് ആകെ 40% വോട്ടെന്നാ പറഞ്ഞത്. 40% സി പി എമ്മിന് എത്ര, സി പി എമ്മിന് കൃത്യമായി സി പി എം വോട്ട് എത്ര ഉണ്ടാവും? ഒരു 45,000 വോട്ടിക്കോട്ടിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു 50,000 വോട്ടെന്ന് വെച്ചോ പരമാവധി. ഒരു 1.5 ലക്ഷം വോട്ട് പിന്നെ ബാക്കിയുണ്ട്. ഈ 50,000 വോട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ 40% എന്ന് പറയുമ്പോൾ ഒരു 20,000 വോട്ട് താഴെ ഉള്ളൂ. അതെ, 10,000 വോട്ട് കഷ്ടിച്ചുള്ളൂ. ശരി, ഈ 15,000 വോട്ട് അൻവർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അൻവറിന്റെ വ്യക്തിപരമായ വോട്ടുകൾ എവിടെ പോകും? അത് പഴയ മുസ്ലിം സംഘടനകളിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങൾ വെച്ചിട്ട് നിലമ്പൂർ ജനിച്ചു വളർന്ന അൻവറിന് എത്ര വോട്ട് പിടിക്കാൻ കഴിയും? അപ്പൊ ശ്രീകുമാർജി, താങ്കൾ ചിന്തിക്കുന്നത് അപ്പൊ ഈ 10,000 വോട്ടും പിന്നെ വ്യക്തിബന്ധം കൊണ്ട് 25,000 വോട്ടും അൻവർ പിടിച്ചാൽ ആ പിടിക്കുന്ന ആർക്ക് അനുകൂലമായിട്ട് വരും? സി പി എം വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് നഷ്ടം സ്വരാജിന് തന്നെ. പിന്നെ അൻവറിന്റെ 5,000 വോട്ടെന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള വോട്ടായിരിക്കാം. അപ്പോൾ കോൺഗ്രസ് വോട്ടിലേക്ക് അൻവറിന് കടന്നു കയറാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വോട്ട് ബേസിലേക്ക് അൻവറിന് കടന്നു കയറാൻ കഴിയുമോ എന്നുള്ള ചോദ്യം അവിടെ വരുന്നത്. എങ്കിൽ മാത്രമേ അയാൾ പരാജയപ്പെടുള്ളൂ, ഈ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുള്ളൂ. ബാക്കി അൻവർ അത്ര വോട്ട് സമാഹരിച്ചാലും അൻവർ കയറി ചെല്ലുന്നത് സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും വോട്ട് ബാങ്കിലേക്കാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് അവിടെ സേഫാണ്.